ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറാബിഉ, ഏതൊരു കാര്യവും അതിൻ്റെ യഥാർത്ഥ ഫലം കണ്ടെത്തണമെങ്കിൽ, അതിൻ്റെ കൂലി പരലോകത്ത് കിട്ടുകയും ചെയ്യണമെങ്കിൽ 7 നിബന്ധനകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അത് എല്ലാ വിഷയത്തിനുമുള്ള 7 നിബന്ധനകളാണ്. അതിൽ 4-മത്തേത് മഅരിഫത്തു മാ ലാ യസ്തഗ്നാ അൻഹു മിൻ ഉസൂലിൽ ഇഅ്തിഖാദാത്തി. അടിസ്ഥാനപരമായി നമ്മളെ വിശ്വാസം ശരിയായിരിക്കണം. അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. വല്ലുലൂമി ശർഇയ്യാത്തി, അതുപോലെ അടിസ്ഥാനപരമായി ശർഇൻ്റെ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. വഅഖല്ലു ദാലിക കിതാബുൻ മിനൽ മുഖ്തസറാത്തി യുഫ്ഹമു മിൻഹു ശുറൂത്തുസ് സ്വലാ. ഇപ്പം നിസ്കാരത്തിൻ്റെ ഷർത്ത്, സക്കാത്തിൻ്റെ ഷർത്ത്, ഈ ഷർത്തുകളൊന്നും പാലിക്കാതെ നമ്മൾ നിസ്കരിച്ചാൽ അതിന് കൂലി കിട്ടൂല എന്ന് പറഞ്ഞതുപോലെ ഏതൊരു കാര്യത്തിനും അടിസ്ഥാനപരമായി ആ വിഷയത്തിലുള്ള വിശ്വാസവും ആ വിഷയത്തിലുള്ള കർമ്മവും ശരിയായി ചെയ്തിരിക്കണം. നിക്കാഹിൻ്റെ കാര്യത്തിലും ഇടപാടുകളുടെ കാര്യത്തിലും ഏതൊക്കെ വസ്തുക്കൾ കൃഷി ചെയ്യാൻ പറ്റും, ഏതൊക്കെ കൃഷി ചെയ്യാൻ പാടില്ല, ഏതൊക്കെ ഭൂമിയിൽ പറ്റും, ഏതൊക്കെ ഭൂമിയിൽ പാടില്ല, കൃഷിഭൂമി നിരപ്പാക്കിയിട്ട് അത് നിരപ്പാക്കാൻ പറ്റുമോ, കൃഷിഭൂമി നഷ്ടപ്പെടുത്താൻ പറ്റുമോ, ഇനി ഭൂമികൾ ആരുമില്ലാത്ത സ്ഥലം ഭൂമി പിടിച്ചെടുക്കാൻ പറ്റുമോ, അങ്ങനെ തുടങ്ങി ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വേർതിരിച്ചറിഞ്ഞ് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ അതിൻ്റെ ഫലം കിട്ടുകയില്ല. വലാ യജൂസു ബൈഉൽ അർളി വമാ ബദ്രിഹ, കൃഷി ഉണ്ടായിരിക്കെ ആ ഭൂമി വിൽക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഔ മഅ സർഇൻ ലാ യുഫ്റദു ബിൽ ബൈഇ, അല്ലെങ്കിൽ കൃഷി ഇല്ലാതെ വിൽക്കാൻ പാടില്ലാത്ത ചില ഭൂമികളുണ്ടാവും. കൃഷിയോട് കൂടെ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ഭൂമി മാത്രം വിൽക്കാൻ പാടില്ല, കൃഷിയും കൂടെ വിൽക്കണം. അങ്ങനെ തുടങ്ങി കുറേ നിബന്ധനകളുണ്ട് ഇതിലൊക്കെ. അപ്പോൾ ഒരു വിഷയവുമായി ബന്ധപ്പെടുന്ന ആ വിഷയത്തിൻ്റെ വിശ്വാസപരമായും കർമ്മപരമായും കാര്യങ്ങൾ ശരിയായി അത് അറിഞ്ഞിരിക്കണം. വിശദമായി എല്ലാം ഒരാൾ അറിഞ്ഞിരിക്കണം എന്ന് ദീന് പറയുന്നില്ല. മറിച്ച് ഇസ്ലാം പറയുന്നത് എന്താണ്? ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളിൽ നിന്ന് പിഴവ് വരാതിരിക്കാൻ വേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഇൻഷാ അല്ലാഹ് 3-ാം അധ്യായത്തിൽ നമ്മൾ വിശദമായി തന്നെ പറയുന്നുണ്ട്. വൽ ഖാമിസു, ഈ കാര്യങ്ങൾ 7-ത്തിൽ 5-മത്തത് ഹുസ്നു സുഹ്ബത്തിൽ ഇഖ്വാൻ, നമ്മുടെ കൂട്ടുകെട്ട് നന്നായിരിക്കണം. നല്ല ബിസിനസ്സുകാരൻ അവൻ്റെ കയ്യിലുള്ള പണം കണ്ട് അസൂയ പൂണ്ട് വ്യാജമായി സൗഹൃദം നടിച്ച് ചതിക്കുകയും അവസാനം കയ്യിലുള്ളത് മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ കൂട്ടുകെട്ട് നമ്മൾ ആരുമായിട്ടാണ്, നമ്മുടെ ക്ലയൻറ്റുകൾ ആരൊക്കെയാണ്, നമ്മുടെ കസ്റ്റമർ ആരൊക്കെയാണ്, നമ്മുടെ പങ്കാളികൾ ഷെയർ ഹോൾഡേഴ്സ് ആരൊക്കെയാണ്, നമ്മൾ ആരോടൊക്കെയാണ് നമ്മൾ ഷെയർ ചേർന്നിരിക്കുന്നത്, നമ്മുടെ ആ വിഷയത്തിൽ ബിസിനസ്സിലാണെങ്കിലും ഇനി കുടുംബത്തിലാണെങ്കിലും നമ്മുടെ ഏർപ്പാടുകളിലും സംഘടനയിലേതിലാണെങ്കിലും നമ്മുടെ കമ്പനി ആരാണ് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. കമ്പനി നന്നായാൽ ആൾ നന്നാകും, അവൻ്റെ കൂടെയുള്ളവർ മോശമായാൽ ആൾ മോശമാകും എന്നാണല്ലോ. ഇൻഷാ അല്ലാഹ് അതും 3-ാം അധ്യായത്തിൽ വിശദമായി നമ്മൾ പറയുന്നുണ്ട്. ചങ്ങാത്തം ആരുമായിട്ടൊക്കെ വേണം, ആരുമായിട്ടൊക്കെ പാടില്ല എന്ന്. 6-മത്തെ കാര്യം അൽ ഇഖ്ലാഉ മിനൻ നമീമത്തി വൽ ഇഗ്തിയാബി, കൃഷിയിൽ ബർക്കത്തുണ്ടാവാനും അതിന് പറഞ്ഞ കൂലി പരലോകത്ത് കിട്ടാനും ഏറ്റവും പ്രധാനമായി വേണ്ട 6-മത്തെ കാര്യങ്ങളിൽ 6-മത്തേത് കൃഷി എന്നല്ല എല്ലാ വിഷയത്തിലും അൽ ഇഖ്ലാഉ മിനൻ നമീമത്തി വൽ ഇഗ്തിയാബി, ഗീബത്തും നമീമത്തും നിർത്തലാക്കണം. നിർത്തുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നിർത്തലാക്കണം. ഓ മുജാനബത്തി അഹ്ലിൽ ഇർത്തിയാബി, ഗീബത്തും നമീമത്തും നമ്മുടെ സ്വത്ത് നശിപ്പിക്കും, നമുക്ക് സാമ്പത്തികമായും അഭിമാനത്തിനും നഷ്ടം വരുത്തും. അതുകൊണ്ട് നിർബന്ധമായും പരലോകത്ത് നമ്മളെ കൂലി നഷ്ടപ്പെടാൻ ഗീബത്ത് മാത്രം മതി. എത്രയോ ഹദീസുകളുണ്ട്. മല കണക്കെ സൽക്കർമ്മങ്ങളുമായി വന്ന ആളുകൾ, അവൻ ഗീബത്ത് പറഞ്ഞ ആളുകൾക്ക് അവൻ്റെ സൽക്കർമ്മങ്ങൾ അങ്ങനെ ഓരി വെച്ച് കൊടുക്കുന്ന സന്ദർഭങ്ങൾ ചില ഹദീസുകളിൽ കാണാം. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ
ഗീബത്തും നമീമത്തും ഒഴിവാക്കണം. ഇത് ആറാമത്തതാണ്.